ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ രാവിലെ തന്നെ ഞാനിങ്ങനെ മാറ്റി ഒരുക്കി എങ്ങോട്ടാന്നല്ലേ, നമ്മുടെ സനൻ്റെ റഹ്മത്തിൻ്റെയും മാരേജാണ്. അപ്പോൾ രാവിലെ സനൻ്റെ വീട്ടിലും നൈറ്റാണ് റഹ്മത്തിൻ്റെ വീട്ടിലും ഫംഗ്ഷൻ. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഒരു പാകിസ്ഥാനി റെഡ് സൽവാറാണ്. അപ്പോൾ ഞാനും അനും കൂടി രണ്ടാളും നമ്മുടെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ രണ്ടാൾ വീട്ടിലേക്കും പോകണം. അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഒരു 11 മണിക്ക് തന്നെ സനൻ്റെ വീട്ടിലെത്തിയിട്ടോ. ഇവിടെ എത്തിയപ്പോഴത്തേനും ചെക്കൻ്റെ ടീംസൊക്കെ വന്നിണ്. ഇതൊക്കെ അനുവിൻ്റെ കൂടെ പഠിച്ചവരാണുണ്ടോ. മാഷാ അല്ലാ, നമ്മളെ ബ്രൈഡ് ഗ്രൂമിനെയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഒരുങ്ങിയതൊക്കെ നല്ല സെറ്റായിക്കണ്. ഇത് സനൻ്റെ റഹ്മത്തിൻ്റെ ഇവിടുത്തെ കോസ്റ്റ്യൂമാണ് കേട്ടോ. അവിടുന്ന് വേറെ ഡ്രസ്സുണ്ട്. അപ്പോൾ ഇത് സനൻ്റെ ഫ്രണ്ട്സാണ്. ഓൾക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. രണ്ടുപേർക്കും കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ സോങ് ഉണ്ട്, കോപ്പിറൈറ്റ് അടിക്കും കരുതിയാനും എല്ലാം മ്യൂട്ടാക്കിയതാണ്. സനൻ്റെ റഹ്മത്തിൻ്റെ കൂടെ ട്രിപ്പ് പോകുമ്പോൾ എന്താ അറിയില്ല, ഒരു പ്രത്യേക വൈബാണുണ്ടോ. ഒരുയോട് എന്തും പറയാം, നമുക്ക് എന്തും ഓപ്പണായിട്ട് സംസാരിക്കാം. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടോ. രണ്ടാളും നമ്മുടെ അതേ വേവ് ലെങ്ത്താണ്. അപ്പോൾ ഇവരുടെ നിക്കാഹ് 2 വർഷം മുന്നേ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതലുള്ള കാത്തിരിപ്പിനൊടുവിൽ ഫൈനലി അവർ ഗെറ്റിംഗ് മാരീഡ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. ഞാനും അതിന് ഒരുമിച്ച് തന്നെ ഇരുന്നു. ബീഫ് മന്തി, ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ ബിരിയാണി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇതാണ് എടുത്തത്. പിന്നെ ഇതാ വൺ ഓഫ് മൈ ഫേവറേറ്റ്, ഈ കല്യാണത്തിലൊക്കെ ഉണ്ടാവുമല്ലോ, നല്ല കട്ടില്ലാത്ത ക്രിസ്പി ജിലേബി. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന്. ഇത് ഞാൻ കുറേ എടുത്ത് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഫുഡ് അയച്ചിറങ്ങി. അത് സനൻ്റെ ശിവൻ്റെക്ക് ഉമ്മയായിരുന്നു കേട്ടോ. ഷീസ് വെരി ഹാപ്പി. പിന്നെ അതാ ഞങ്ങൾ മുറ്റത്തേക്ക് വന്നപ്പോൾ ഇവിടെ മിൻറ്റ് ലൈം കണ്ടു. ഇതൊന്നും എടുത്ത് കുടിച്ചു നോക്കി. ഇത് അവരുടെ വലിയ താത്തി മോനും ആണ്. അങ്ങനെ ചെക്കൻ പോവാൻ ടൈമായപ്പോൾ എല്ലാവരും അതിങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. എന്താടാ ലാലന്റെ കല്യാണോ? ലാലന്റെ കല്യാണോ? മിക്കുനൊന്നും വലിയ ഉഷാറ് പോരാ. ഒന്നാമത് ചൂട് വെയിലൊക്കെ ആയതുകൊണ്ട് മൂപ്പര് ഉറങ്ങണ നേരം ആയിക്കണ്. അതുകൊണ്ട് വലിയ ഉഷാറ് പോരാ. ചൂടേ ഹലോ, ഒരുപാട് കാലത്തെ എഫേർട്ടാണ് ഇടുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യല്ല. കല്യാണത്തിന് സമയം കുറച്ച് ലേറ്റ് ആയി. അതെ, ആൾക്കാരൊക്കെ പോയി. അപ്പോഴാണ് നമ്മുടെ സെലിബ്രിറ്റി ആവുമ്പോ പിന്നെ തിരക്കൊക്കെ ഉണ്ടാവും ഗൈസ്. കിട്ടണില്ല ബാസിയെ. എന്ത് കേസാണ് സീനാക്കല്ലേ? ഓ അല്ല, എന്താണ് പറയാനുള്ളത്? നിന്റെ യൂട്യൂബിനെ ആശീർവാദം. അപ്പൊ ഗൈസിന്റെ യൂട്യൂബ് ചാനലിനെ പറ്റി ബാസി 2 വാക്ക് പറയുന്നു. വളരെ നല്ല അഭിപ്രായമാണ്. കാരണം വളർന്നു വരുന്ന പേരിലാണ് അവളെ ഇൻസ്റ്റാഗ്രാമത്തെ കണ്ടൻസ് കണ്ട്. അപ്പോൾ എനിക്ക് അവളെ കണ്ടപ്പോൾ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിരുന്നു ഒരു യൂട്യൂബർ ആവാനുള്ള എല്ലതും എന്താ യൂട്യൂബിൽ ചാനൽ ഷിഫോൺ വിങ്സിലുണ്ടെന്ന്. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിരുന്നു അങ്ങനെ കഴിവുള്ളൊരു കുട്ടിയാണ്. യൂട്യൂബിൽ ഫസ്റ്റത്തെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു ഇത് 1 മില്യൺ നിൽക്കുള്ളൂ എന്ന്. എൻ്റെ പ്രതീക്ഷകൾ തെറ്റിച്ചില്ല. എന്തെങ്കിലും 1 മില്യൺ സബ്സ്ക്രൈബറായി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, പിന്നെ അടിച്ചു പൊട്ടിക്കും. എന്താ പറയാ, കണ്ടന്റുകൾ നമ്മൾ തേടി വരൂല, നമ്മൾ അങ്ങോട്ട് കണ്ടന്റുകൾ തേടി പോകണം. അല്ല, അത് നേരത്തെ അടിച്ചാൽ പറ്റില്ല. അതിപ്പോ ഒന്നുകൂടി പറഞ്ഞാൽ നേരത്തെ വീഡിയോ എടുത്തിയോ? ഇപ്പോൾ അടിച്ചിട്ടില്ല. പിന്നെ പോകാം. നിങ്ങള് ചെക്കന്റെ ടീമാ അതോ പെണ്ണിന്റെ ടീമാ? ഞങ്ങൾ 2 ടീമാ. അതാണ് ഇതിന്റെ പ്രത്യേകത. ഈ കല്യാണത്തിന് ഏറ്റവും പ്രത്യേകത എന്താ പറയുക, ഞങ്ങൾ 2 ടീമാണ്. ഞങ്ങൾ എല്ലാവരും ടീമാണ്. പിന്നെ അച്ഛനും ടീമും ഞങ്ങൾക്ക് ടീം കല്യാണ ചക്കരും കല്യാണം കൊണ്ടുപോയി. ഇവരുടെ ടീം പുറത്താണ്. ടീം പുറത്താണ്. BNA അല്ല, ഇവരുടെ ടീം ബാംഗ്ലൂര്, MP റെഡ്ഡി. ഒരുക്കം
രസമുണ്ടാ ഇത് തന്നെ കരിന്റെ അതുകൊണ്ട് ഞാനവിടെ ടിഷ്യൂ പേപ്പർ അടിയില്ല അപ്പൊ ഏതൊരു പേപ്പർ ഉണ്ടോ കുറെ ഉണ്ടോ അങ്ങനെ ബാസിൻ്റെ അഫിൻ്റെയൊക്കെ കൂടെ ഈവനിങ് ചെറിയൊരു ഔട്ടിങ് കഴിഞ്ഞ് പിന്നെ രാത്രിയായപ്പോൾക്ക് ഞങ്ങൾ മാറ്റി ഒരുങ്ങി റഹ്മത്തിൻ്റെ വീട്ടിലത്തെ ഫംഗ്ഷന് പോവാണ് കേട്ടോ. അത് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്, ഒരു ഓഫ് വൈറ്റ് അനാർക്കലിയാണ് കേട്ടോ. അവിടുന്ന് പിന്നെ ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തില്ല. അതാ അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. ഇത് ഫുഡ് കഴിച്ച് പോരാൻ നേരത്തെ എല്ലാവരും പോയിട്ട് എടുത്ത വീഡിയോ. റഹ്മത്തിൻ്റെ വീട്ടിൽ ഓൻ്റെ കൂടെ തന്നെ ഓൻ്റെ ബ്രദറിൻ്റെ മാരേജും കൂടി ഉണ്ട്. ഓൻ്റെ കസിൻ ബ്രദറാണ്. അപ്പോൾ ഇതാ മാഷാല്ലാ 2 ബ്രൈഡും 2 ഗ്രൂമൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ലാസ്റ്റ് അവരുടെ ഒരു അടിപൊളി കേക്ക് കട്ടിങ്ങും കൂടി കഴിഞ്ഞ് സന റഹ്മത്ത് വെഡ്ഡിങ് ഇവിടെ വൈൻഡപ്പ് ആക്കുകയാണ്. അപ്പോൾ വൺസ് അഗെയിൻ ഹാപ്പി മാരീഡ് ലൈഫ് ബോത്ത് ഓഫ് യു. അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് ആയിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.